ഹായ്, അർബക്സ് എക്സ്പേർട്ട് ടോക്സിലേക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെയുള്ള ഡോക്ടർ ജോളി ആനലി സാർ വൈബ് റിസോർട്ടിൻ്റെ ചെയർമാനാണ്, അതേപോലെ തന്നെ ഫോഗ് റിസോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സാർ വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഡോൺ. താങ്ക് യു സാർ. എനിക്ക് ഫസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, സാർ എന്താണ് ഈ ഒരു കരിയറിലേക്ക് വരാനുള്ളൊരു സാറിന് ഇൻസ്പയർ ചെയ്തൊരു ഫാക്ടർ? ഡോൺ, അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴൊന്നും നമുക്ക് നമ്മുടെ പാഷൻ എന്താണ്, നമ്മൾ എവിടേക്ക് പോകണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രായത്തിലുള്ള ആളുകളെ കുറിച്ചാണ് കേട്ടോ. ഇപ്പൊ ജെൻസിയോ ജെൻ ആൽഫയോ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് 5ാം ക്ലാസ് തൊട്ടേ അവർക്ക് പ്ലാൻ ഉണ്ട് എവിടെ എത്തണം എന്നുള്ളത്. നമ്മളുടെ കാലത്ത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ കോളേജ് ലൈഫ് തുടങ്ങി അതൊക്കെ അവസാനിക്കാറാവുമ്പോഴാണ് നമ്മൾ എവിടേക്ക് പോകണം എന്നുള്ളത് നമുക്കൊരു പാഷൻ നമുക്ക് കറക്റ്റായിട്ട് വരിക. അപ്പോൾ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ട്രാവൽ എൻ്റെ ഒരു പാഷനാണ്. അങ്ങനെയാണ് ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ് കോഴ്സിന് ചേരാനും അതിനുശേഷം ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാനും അത് കഴിഞ്ഞ് ട്രാവൽ ഏജൻസി തുടങ്ങാനും ട്രാവൽ ഏജൻസികളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് വരാനും റിസോർട്ടുകൾ തുടങ്ങാനും അങ്ങനെയാണ് നമ്മളുടെ ഒരു ബിസിനസ്സും പാഷനും ട്രാവലും എല്ലാം കണക്ട് ചെയ്താണ് അത് പോണത്. പിന്നീട് നമ്മൾ കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ ഈ പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒബ്സഷനായിട്ട് മാറും. മനസ്സിലായി? ഒബ്സഷനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ വിചാരിച്ചാൽ പോലും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ സാറിന് അതാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിച്ചത്? യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, എനിക്ക് അടുത്തതായി സാറിനത് ചോദിക്കാനുള്ളത്, ഒരു പുതുതായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റ്, ഫോർ ലെറ്റ്സ് സേ ഒരു +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻറ്റിന് എന്തൊക്കെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കറൻ്റ് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്? ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12th കഴിഞ്ഞ് വരുന്നു എന്ന് പറയുമ്പോൾ അവർ പല രീതിയിലുള്ള ഒരു സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴും പഴയ രീതിയിലുള്ള ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും അതുപോലെ തന്നെ ഒരു CA-കാരനാക്കാനും ഒക്കെ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീനിങ്ങിന് ശേഷമാണ് മറ്റ് മാനേജ്മെൻറ്റ് കോഴ്സുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതൊരു 2010 വരെ അല്ലെങ്കിൽ 2015 വരെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത് അതൊന്നുമല്ല ഒരു ആക്ച്വൽ പ്രൊഫഷൻ. ഈ മാനേജ്മെൻറ്റ് സ്കില്ലുള്ളതും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കോഴ്സുകൾ പഠിച്ച് ഇതുപോലെയുള്ള ഇതിൽ വരുമ്പോഴാണ് നമുക്ക് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് സ്റ്റുഡൻസിന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അവർ അതൊക്കെ വിട്ട് ഇതുപോലെയുള്ള മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, അത് കഴിഞ്ഞ് അവർക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റീസ് കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ലൈഫിലെ ഒരു പാർട്ടായി കഴിഞ്ഞു. മനസ്സിലായി? അപ്പോൾ ഇതിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ വലിയ സ്കോപ്പാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ അവരുടെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. ആ സ്റ്റഡിയിൽ ഏഷ്യയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ഓൾമോസ്റ്റ് 100,000 5-star ഹോട്ടൽസ് ആണ് ഇൻ കമ്മിങ് 5 years വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മിനിസ്റ്റർ രാജീവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5-star ഹോട്ടൽസ് ഉള്ളത് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് ബോംബെയിലോ ഡൽഹിയിലോ മഹാരാഷ്ട്രയിലൊക്കെ ആണെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ 5-star ഹോട്ടൽസ് ഉള്ളത് കേരളത്തിലാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് തോന്നും ഇവിടെ മറ്റേ ബാർ എടുക്കാൻ വേണ്ടി 5-star കാറ്റഗറി എടുത്തത്. അതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ താജ് ഇവിടെ 20ഓളം പ്രോപ്പർട്ടികളുണ്ട്. ITC ഇപ്പോൾ വരുന്നു, ഹിൽട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ക്രൗൺ പ്ലാസ ഉണ്ട്, ലീമെറിഡിയൻ. അവരൊന്നും ബാറിന് വേണ്ടി തുടങ്ങുന്നതല്ലോ. അപ്പോൾ ഇത്രയും 5-star ഹോട്ടൽസ് കേരളം എന്ന് പറയുന്ന ചെറിയൊരു സംസ്ഥാനത്തിലുണ്ടെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ കമ്മിങ് 5 years ഇവിടെ പുതുതായിട്ട് റിറ്റ്സ് കാൾട്ടൺ, അതുപോലെ തന്നെ W ഹോട്ടൽസ്, ജുമൈറ ഹോട്ടൽസ്, അതുപോലെ തന്നെ എന്താ പറയുക മാരിയറ്റിൻ്റെ പുതിയ പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസാണ് ഈവൻ കേരളത്തിൽ പോലും വരാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എൻഡ്ലെസ് ആണ്. അതിന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2034 സൗദിയിൽ വേൾഡ് കപ്പ് വരാൻ പോകുന്നുണ്ട്. അവിടെ ആ സിറ്റിയിൽ മാത്രം 100ഓളം 5-star ഹോട്ടൽസാണ് തന്നെ, 40 ഹിൽട്ടൺ സൈൻ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വലുതാണ്. ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ ലെറ്റ്സ് സേ ഞാനൊരു സ്റ്റുഡൻ്റാണ്, എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരണം. അപ്പോൾ ഒരു എൻട്രി ലെവലിൽ ഒരാൾക്ക് എപ്പോഴും 5-star ഹോട്ടലിൽ ഒരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഡ്രീം ആയിരിക്കും. അതെ. അതിന് എന്തൊക്കെ സ്കിൽസാണ് അവർക്ക് വേണ്ടത്? അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം നിങ്ങളൊരു 5-star ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് അയാളെ നിങ്ങളെങ്ങനെ അസസ് ചെയ്യുക? അയാൾ നിങ്ങളെ കാണുമ്പോൾ ചിരിച്ചു, അല്ലെങ്കിൽ ഒന്ന് കൈ തൊഴുതു, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ നമ്മൾ റിലാക്സ്ഡായി, അതുപോലെ തന്നെ നമ്മൾ അവരായിട്ട് കണക്റ്റഡ് ആയി. നെക്സ്റ്റ് ആണ് അവരായിട്ടുള്ള സംസാരം. മനസ്സിലായി? അപ്പോൾ ഇതിന് ഒരു 3-4 പാർട്ടോട് കൂടിയാണ് അതിലെ ആ ഒരു
എൻഡ് റിസൾട്ടിലേക്ക് എത്തണത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇത് പഠിച്ചതോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ നമ്മളുടെ തന്നെ ആറ്റിറ്റ്യൂഡും അറ്റയറും ചേഞ്ച് ചെയ്യണം. അതാണ് അർബെക്സിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ പൊതുവെയുള്ള ഒരു സംശയമാണ്, ഈ ഒരു കോഴ്സിലേക്കോ ഈ ഒരു ഡെസിഗ്നേഷനിലേക്ക് ഒരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി പഠിക്കണം എന്ന് ഒരു ടോക്ക് ഉണ്ട്. അത് എത്രത്തോളം ശരിയാണ്? എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാവൽ എന്ന് പറയുന്നത് എൻ്റെ പാഷനായിരുന്നു. പക്ഷെ ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സാണ് അതിൽ പഠിച്ചത്, അല്ലാതെ 3 ഇയർ കോഴ്സ് അല്ല പഠിച്ചത്. പക്ഷേ നിങ്ങൾക്ക് അതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബേസേ ആവശ്യമുള്ളൂ. കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർബെക്സ് നോളജ് പാർക്ക്, അതും വൈബ് മൂന്നാർ റിസോർട്ട് ആൻഡ് സ്പായും ചേർന്ന് അർബെക്സ് വൈബ് ഹോസ്പിറ്റാലിറ്റി കാഡറ്റ് പ്രോഗ്രാം, അത് എന്താ പറയുക, എത്രയും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈം അത് പറയണത് ഇതിലാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. ഒരു വേൾഡിലെ പല രാജ്യങ്ങളും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അത് പിന്നീട് ഫോളോ ചെയ്യേണ്ടി വരും. നമ്മൾ സാധാരണ പറയും രജനീകാന്തിൻ്റെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്താണ് അടുത്ത പടങ്ങൾ വരിക എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കൺസെപ്റ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇനി ഫോളോ ചെയ്യും. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ഒരു സ്റ്റുഡൻറ്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അർബെക്സിൽ ജോയിൻ ചെയ്യുന്ന ദിവസം വൈബായിട്ടുള്ള ജോബ് ഓഫർ ലെറ്റർ അവിടെ വെച്ച് സൈൻ ചെയ്യാണ്. അപ്പോൾ അവരുടെ കോഴ്സ് കഴിഞ്ഞാൽ ദേ ആർ ഗോയിങ് ടു വർക്ക് ഇൻ എ 5-star ഡീലക്സ് ഹോട്ടൽ, ദാറ്റ്സ് എ പ്രീമിയം വൺ ഇൻ കേരള എന്നുള്ളത് അവരുടെ മനസ്സിൽ ആ ഡ്രീം ഓൾറെഡി കം ട്രൂ ആവാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ ജോബ് റോളിന് വേണ്ടിയിട്ടാണോ ഇവിടെ ട്രെയിൻ ചെയ്തത്? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഓഫർ ലെറ്റർ സ്റ്റുഡൻറ്റ്, നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയായിരിക്കും? അല്ല, അതിൽ കുറേ 3-4 ടൈപ്പ് ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറ്റിറ്റ്യൂഡും അറ്റയറും ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, അവരിൽ മാറ്റാനുള്ള കാര്യങ്ങൾ, അത് കൂടാതെ പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്, അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ. മനസ്സിലായി? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആളുകളെ കേൾക്കാൻ ആളില്ല. എക്സാക്ട്ലി പറഞ്ഞ മനസ്സിലായി? എന്നെ ലിസൺ ചെയ്യാൻ, എനിക്ക് പറയാനുള്ളത് കേൾക്കുക. എല്ലാവരും ഞാനാണ് വലുത് എന്ന് കാണിക്കാനായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ല, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലെറ്റ് ദം ടോക്ക്, വി ആർ റെഡി ടു ലിസൺ. അതിനുശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതാണ്, അതാണ് ഫസ്റ്റ് ഇമ്പോസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റുമെങ്കിൽ മാത്രം ഇതിലേക്ക് വന്നാൽ മതി. നമ്മളങ്ങനെയല്ല. നമ്മളുടെ അർബെക്സ് വൈബ് കാഡറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി കാഡറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് വി ലിസൺ ഫസ്റ്റ്. അവരെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും, അവർക്ക് എന്തിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ അസസ് ചെയ്യും. നമ്മളുടെ ഒരു ഫുൾ ടീമുണ്ട്, മനസ്സിലായി? അപ്പോൾ അതിൽ സൈക്കോളജിസ്റ്റ് തൊട്ട് എല്ലാ ടീമും എല്ലാവരും അതിലുണ്ടാവും. അവരാണ് ഇത് കേൾക്കുന്നത്. ഇൻഡസ്ട്രി എക്സ്പേർട്സ്, ട്രാവൽ എക്സ്പേർട്സ്, ഹോസ്പിറ്റാലിറ്റി എക്സ്പേർട്സ്, അവരെല്ലാവരും ഉണ്ടാവും. അവരിത് കേട്ട് കഴിഞ്ഞിട്ടാണ് ഡിസൈഡ് ചെയ്യണത് ഇവർക്ക് ഏതിലേക്കുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ്, ഏതിലുള്ളത്. അപ്പോൾ അവരെ അതിനനുസരിച്ച് നമ്മൾ മോൾഡ് ചെയ്യും, മനസ്സിലായി? അപ്പോൾ അതിലുള്ള പ്ലസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഹൗസ് കീപ്പിങ്ങിലാണ് ഒരാൾ, അയാളുടെ ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക, കുറച്ച് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആൾക്ക് താല്പര്യമുണ്ട്, മനസ്സിലായി? ഇപ്പോൾ എപ്പോഴും നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, എന്താ പറയുക, ബെഡിൽ കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ, അതിലൊരു താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ആളെ അതിലേക്ക് തിരിച്ചുവിടുകയും അപ്പോൾ അതിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആവാനും, അതിൽ സൂപ്പർവൈസർ ആവാനും, അതിൻ്റെ മാനേജർ ആവാനും, അതിൻ്റെ ഡയറക്ടർ ആവാനും അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഓരോ ഇപ്പോൾ റിസപ്ഷനായിരുന്നാലും ഫ്രണ്ട് ഓഫീസ് ആയിരുന്നാലും എല്ലാത്തിലും അതാണ് നമ്മളുടെ സ്പെഷ്യാലിറ്റി. അതിലേക്ക് നമ്മൾ ആ മകനെ അല്ലെങ്കിൽ മകളെ എത്തിക്കും. സാർ, ഒരു കോമൺ ജോബ് റോൾസ് ഒരു ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും ഒരു ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് കിട്ടാൻ പോകുന്ന ജോബ് റോൾസ് ഓർ ഓപ്പർച്യൂണിറ്റീസ്? അല്ല, ഇതിൽ എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഇതിലുള്ള ഏറ്റവും വലിയ ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോബാണ് ഹോസ്പിറ്റാലിറ്റി ജോബ്. നമ്മൾ ഏത് പൊസിഷനിലായിരുന്നാലും, ഏത് ചെറിയ ലെവലിൽ നമ്മൾ തുടങ്ങിയാലും അവിടെ വരുന്ന ഓരോ ഗസ്റ്റും
നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരായിട്ട് കണക്റ്റഡ് ആയാൽ, ഞാൻ പലപ്പോഴും നമ്മളുടെ റിസോർട്ടിൽ അവരോട് പറയാറുണ്ട്, അവർ ചെയ്യാറുമുണ്ട്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, ഒരു ഹസ്ബൻഡും വൈഫും കൂടി വരുന്നു, ഒരു മകളുണ്ട്, ചെറിയ മകളുണ്ട് അല്ലെങ്കിൽ മകനുണ്ട്, ആ കൊച്ചു കരയുന്നു, ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ സ്റ്റാഫിന് അവരെ ടേക്ക് കെയർ ചെയ്യാം, അവരെ ഫ്രീ ആക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ വൈബ് റിസോർട്ടിൽ നമ്മളൊരു ചിൽഡ്രൻ പ്ലേയിങ് ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് എല്ലാ റിസോർട്ടിലും നമ്മൾ പോകുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഹസ്ബൻഡിനും വൈഫിനും ചിലപ്പോൾ പൂളിൽ പോകണമായിരിക്കും, കൊച്ചുകുട്ടിയുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ ഹസ്ബൻഡ് പുറത്തിരിക്കണം അല്ലെങ്കിൽ വൈഫ് പുറത്തിരിക്കണം. ഇവിടെ വി വിൽ ടേക്ക് കെയർ ഓഫ് ദം. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ഒരു 2 മണിക്കൂർ പോകണോ 3 മണിക്കൂർ പോകണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പം നമ്മൾ മക്കളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. ദേ ക്യാൻ ഡു ആസ് ദേ ലൈക്ക്. മനസ്സിലായി? അപ്പോൾ നമ്മളുടെ റിസോർട്ടിൽ വരുന്ന ഒരാളെ എത്ര റിലാക്സ്ഡ് ആക്കാൻ നമുക്ക് കഴിയും, അതാണ് നമ്മൾ ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ എപ്പോഴും വൈബിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ പറയണത് വി ആർ സെല്ലിങ് മെമ്മറീസ് എന്നാണ്. മനസ്സിലായി? ഓരോരുത്തർക്കും അവരുടെ ലൈഫിലെ ഒരു മെമ്മറി ആയിട്ട് അത് മാറുകയും, അത് മാറാനായിട്ട് എന്ത് വേണം? കൂടെയുള്ള നമ്മളുടെ സ്റ്റാഫുകളും നമ്മളുടെ കൂടെയുള്ള ആളുകളെല്ലാം അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അവരത് കണ്ടറിഞ്ഞ് ചെയ്യാവുന്ന രീതിയിലേക്ക്. അതാണ് അർബെക്സിൻ്റെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, ഇവർ ക്രിയേറ്റ് ചെയ്യണത് ഒരു ജോബിന് വേണ്ടി ഒരാളെ പ്രിപ്പയർ ചെയ്യിക്കുകയല്ല, അവൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ അവനെ മോൾഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു കാൻഡിഡേറ്റ് അവിടെ വരുന്ന കാൻഡിഡേറ്റ് ഒരു ഓൾറൗണ്ടർ ആയിരിക്കണം. നമ്മുടെ ട്രെയിനിങ്ങും ഡെഫിനറ്റ്ലി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു 4 ജോബ് റോൾസിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സ്റ്റുഡൻസ് ആ ഒരു ഗവൺമെന്റിന്റെ തന്നെ NSDC അണ്ടറിൽ വരുന്ന സ്കില്ലിംഗ് ആണ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റ് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ 4 സ്കിൽ റോളിൽ ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി വിച്ച് വിൽ ബി ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ടും ഞാൻ അതെനിക്ക് വളരെ ഇപ്പം ഞാൻ നിങ്ങളുടെ CEO സുഹാസ് ആയിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇവർക്ക് 4 ഇത് റോളിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഇപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് നമ്മളിതൊക്കെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എല്ലാം നടത്തി അവരവിടെ ജോയിൻ ചെയ്തതിന് ശേഷവും പലർക്കും തോന്നാം, ഓ എനിക്ക് ഇതിനേക്കാളും നല്ലത് മറ്റേതായിരുന്നു എന്ന് തോന്നിയാൽ അവർക്ക് അതിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്.